കൂട്ടുകാരെ, എന്തൊക്കെ ഉണ്ട് വിശേഷങ്ങൾ? ഇതിൻ്റെ വീടിൻ്റെ അവിടെയുള്ള അമ്പലക്കുളാട്ടോ അത്. കണ്ടോ? ഞാൻ പിന്നീട് ശരിക്കും കാണിച്ചു തരാം കേട്ടോ. ഇപ്പം എനിക്ക് നേരമില്ല. അപ്പോൾ ഞാൻ ഇവിടെ ഒരു മീറ്റിംഗ് ഉണ്ട്, അപ്പോൾ അങ്ങോട്ട് പോവാം. അപ്പോൾ അതിലിടയ്ക്ക് ഞാനൊന്ന് അങ്ങനെ പോണ വഴിക്ക് ഒരു വീഡിയോ ചെയ്യണം. വീഡിയോ ഇല്ലയെന്ന് എല്ലാവരും പരാതിയുണ്ട്. പിന്നെ എൻ്റെയും ആവശ്യം തന്നെയാണ്, ചെയ്യാറില്ല. ഫോണൊന്ന് പുതിയത് മേടിച്ചതിന് ശേഷം അങ്ങനെ ചെയ്യാൻ തീരെ ക്ലിയർ ഇല്ലാത്ത കാരണം കൊണ്ടേ. എന്നാലും വീഡിയോസ് ഇല്ലാണ്ട് യൂട്യൂബ് തുടങ്ങിയിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെ അപ്പോൾ ഞാൻ ആ മീറ്റിങ്ങിന് പോകുമ്പോൾ ഞങ്ങൾ അതിന് പോവാം. ഇത് തന്നെ പോവാം. ഇത് ഇവിടെ ശിവൻ്റെ അമ്പലത്തിലെ കുളമാണ് ഇപ്പോൾ കാണിച്ചത്. മുന്നേ ലൈവിലൊരിക്കൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ശിവൻ്റെ അമ്പലം കണ്ടില്ലേ, പടി അങ്ങനെ. അപ്പോൾ ഇതിൻ്റെ അപ്പുറത്ത് ആണ് മീറ്റിങ്ങിൻ്റെ സ്ഥലം. അത് മോൻ പാസ്സായപ്പോഴേ ഈ വീട്ടിൽ വന്ന് ക്ഷണിച്ചതാണ്. ഈ പാസ്സായ കുട്ടികൾക്കൊക്കെ അവരെന്താ ട്രോഫി എന്തോ കൊടുക്കുന്നുണ്ട്. അപ്പോൾ രക്ഷിതാക്കളും ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 2:30 തൊട്ടിട്ട് 6:30 വരെയാണ്. ഞാൻ ഇപ്പോൾ 3 മണി കഴിഞ്ഞു, 3:30 ആവാനാണ് പോകണം. എന്നാൽ 6:30 വരെ ഉണ്ടല്ലോ. അപ്പോൾ കുറച്ച് വീട്ടിൽ പണികളും ഉണ്ടായിരുന്നു. അങ്ങനെ യൂണിഫോമിൻ്റെ സമയമല്ലേ, തയ്ക്കാനും ഉണ്ട്, അങ്ങനെയൊക്കെ. അപ്പോൾ എന്നാലും ഇതിൽ പങ്കെടുക്കും വേണമല്ലോ. അങ്ങനെ അപ്പോൾ ഞാൻ ഒന്ന് പോകുമ്പോൾ വീഡിയോ എടുത്തതാണ്. പിന്നെന്താണ്, അയ്യോ ഇവിടെ വഴി അടച്ചല്ലോ. ഞാനിപ്പോൾ ഏതിനെ പോവുക, ഇങ്ങോട്ട് വരാത്ത കാരണം കണ്ടിട്ടുണ്ടായിരുന്നില്ലേ, കണ്ടില്ലേ അമ്പലത്തേക്കുള്ള ഇത് റോഡ് ക്ലിയർ ഉണ്ടായിരുന്നില്ലേ. അപ്പോൾ അത് ക്ലിയർ ആക്കിയുള്ളതാണ്. അത് കാരണം സുഖമായി. അത് ചളിയിൽ കൂടെ നടക്കണം ഇത് തന്നെ പോകുമ്പോൾ. ഞങ്ങൾ എവിടേക്കാലും പോയിട്ട് വരികയെന്ന് വെച്ചാലും ഇത് തന്നെയൊക്കെ വരിക. അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് ചളിയിൽ കൂടെ ഒക്കെ ചവിട്ടി പോകാനേ. അപ്പോൾ സന്തോഷം ഇത് നന്നായി കാണുമ്പോൾ. അങ്ങനെ അമ്പലത്തേക്ക് ഇങ്ങനെ പോകും ചെയ്യും. എല്ലാവർക്കും വണ്ടി കൊണ്ട് നിർത്താനും ഞങ്ങൾക്ക് ഇതിനെ യാത്ര പോകുമ്പോഴൊക്കെ അങ്ങനെ നല്ലതാണ്. ബസ് കയറാൻ പോകുമ്പോൾ ഇതിനെ പോവുക. മുന്നൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു, ഷോർട്ട് വീഡിയോ. അതിൽ കാണാം ആദ്യത്തെ സ്ഥലം. അപ്പോൾ ഇത് സിമെൻ്റൊന്നും അങ്ങനെ ഇട്ടുണ്ടായിരുന്നില്ല. ഇത് കണ്ടപ്പോൾ തന്നെ ഒരു സന്തോഷം. അങ്ങനെ ബസ് പോയിട്ട് ഒറ്റ ഓട്ടോ വെച്ച് കൊടുക്കാനൊന്നും പറ്റില്ല. കാരണം ചിലരൊക്കെ കുണ്ടും കുഴിയൊക്കെ ആയിരുന്നു. അങ്ങനെ മീറ്റിംഗ് സ്ഥലത്ത് ശബ്ദമൊക്കെ കേൾക്കേണ്ടതിൽ. അപ്പോൾ ഞാൻ മെല്ലത് നിർത്തിക്കേണ്ടി വരും. അത് ഞാൻ പറഞ്ഞില്ലേ, കുട്ടികൾക്ക് ഒരു പ്രോത്സാഹനമായിട്ട് ഒരു സമ്മാനം കൊടുക്കാൻ വേണ്ടി 10ാം ക്ലാസ് പാസ്സായ കുട്ടികളുണ്ട്. അപ്പോൾ കുട്ടികളാണ്ട് പോയിട്ടുണ്ട്. എൻ്റെ മോനും കൂട്ടുകാരനും അടുത്ത വീട്ടിലത്തെ അവിടുത്തെ കുട്ടിയും 10ാം ക്ലാസ് തന്നെയായിരുന്നു. അപ്പോൾ 2 കൂടി കൊണ്ട് പോയി. രക്ഷിതാക്കളോട് ചെല്ലാൻ പറഞ്ഞ് ഒന്ന് പോകണല്ലോ എന്ന് വെച്ചിട്ടേ പോയതാണ്. പിന്നെ കുട്ടി അച്ഛൻ ഉണ്ടായിരുന്നു ഇവിടെ. അപ്പോൾ അത് എറണാകുളത്തേക്ക് പോയി ബസ്സിന് പോയി. ഇവിടെ ഇതിന് നിന്ന് കഴിഞ്ഞാൽ കണ്ടെത്താൻ നേരം വൈകി. അങ്ങനെ അപ്പോൾ ഞാൻ പോകാമെന്ന് വിചാരിച്ചു. പൊതുവെ മീറ്റിങ്ങൊന്നും അങ്ങനെ പോകലില്ല. എല്ലാ ഓരോ കാര്യങ്ങൾക്കൊക്കെ പോയി ശീലാക്കണമല്ലോ. അങ്ങനെ അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞ ഇടി പൊക്കടി എനിക്ക് യൂട്യൂബിലിടാൻ വീഡിയോ എടുക്കുകയെന്ന് ചെയ്യാമെന്ന് പറഞ്ഞു. ഇടയ്ക്ക് പറയും ഒരു യൂട്യൂബ് ഉള്ള നേരം മുഴുവൻ കളയാൻ വേണ്ടിയിട്ട് എന്നൊക്കെ പറയും. അപ്പോൾ ചിലപ്പോൾ അങ്ങനെയും പറയും. അങ്ങനെയൊക്കെ അങ്ങനെ എത്താനായിട്ടാ. ഇവിടെയാണ് ഞങ്ങൾ ബസ്സൊക്കെ കാത്തുക്കുന്ന സ്ഥലം. അപ്പോൾ ഞാൻ വീഡിയോ ഓഫാക്കാൻ പോകട്ടോ. ഇനിയിപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ വേറെ വീഡിയോ എടുക്കണം. കുട്ടികളൊക്കെ അവിടെ പോയിരിക്കാൻ സ്ഥലം ഉണ്ടാവും. നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ കരിയർ ചൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. പ്ലസ് 2 കഴിഞ്ഞു. എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും ഫിസിയോതെറാപ്പിക്ക് പോണേ. ഞാനും ഫിസിയോതെറാപ്പിക്ക് പോയാലോ? നമുക്ക് ചില്ല് ചെയ്ത് ബാംഗ്ലൂർ അടിച്ചു പൊളിച്ചു വരാം. നല്ല ഐഡിയ അല്ലേ? നിങ്ങൾക്ക് പലപ്പോഴും ഇവിടെ കേസസ് വരുന്നത് ബാംഗ്ലൂരും എറണാകുളമാണ് നമ്മൾ അധികം ചൂസ് ചെയ്യാറാണോ? നമുക്ക് അതുപോലെ വൈബ് സെറ്റ് ചെയ്തിട്ട് ഇവിടെ തന്നെ നമ്മൾ പോകാറ് ആണോ? എങ്ങനെയാണ് ഒരു വ്യക്തി കരിയർ ചൂസ് ചെയ്യുന്നത്?